ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ കൗണ്ടർ പാർട്ടുമായിട്ട്, അതായത് നമ്മുടെ ട്വിൻ ഫ്ലെയിമുമായിട്ട് 5Dയിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കാം. 5D എന്താണെന്ന് അറിയാത്തവർ ഇന്നലെ ഇട്ടിരിക്കുന്ന വീഡിയോ കണ്ടു നോക്കുക. പലപ്പോഴും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു മിസ്സിങ് എനർജി വരുന്ന സമയത്ത് നമ്മൾക്കിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഒരു സെപ്പറേഷൻ പീരീഡിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ഇനിയും ഹീലാക്കാനുള്ള കാര്യങ്ങൾ അറിയാൻ വയ്യാത്തപ്പോൾ, അതായത് ഒരു ക്ലാരിറ്റി കിട്ടാത്തപ്പോഴും നമുക്ക് ഈ 5Dയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് 5Dയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ട്വിന്നിൻ്റെ ഹയർ സെൽഫുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. കാരണം നമ്മൾ എനർജറ്റിക്കലി ഒന്നായതുകൊണ്ട് തന്നെ അവർ എനർജറ്റിക്കലി എപ്പോഴും നമ്മളുടെ കൂടെയുണ്ട്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾക്ക് ഉത്തരം എങ്ങനെയാണ് കിട്ടുന്നത്? അത് നമ്മളുടെ ഉള്ളിൽ നിന്നും തന്നെയാണ് കിട്ടുന്നത്. കാരണം 5D ആണ് 5th ഡയമെൻഷനിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, സോൾ ലെവലിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഇങ്ങനെ നമ്മൾ ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ആദ്യത്തെ ഫീലിംഗ് ആയിരിക്കാം, ആദ്യത്തെ ഇമോഷൻ ആയിരിക്കാം, ആദ്യത്തെ തോട്ട് ആയിരിക്കാം. ഈ 3 തരത്തിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടാം. അപ്പോൾ അതിനെ ഡീകോഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യം ഒരു പീസ്ഫുള്ളായ ഒരു സ്ഥലത്തിരിക്കാം. അടുത്ത ഒരു 15-20 മിനിറ്റ് വരെ മിനിമം ആരും നമ്മളെ ശല്യപ്പെടുത്തരുത്. ഇരുന്നിട്ട് ജസ്റ്റ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒരു 2 to 3 ടൈംസ് ചെയ്തിട്ട് നമ്മളോട് തന്നെ കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആയിട്ട് നമ്മളുടെ മുമ്പിൽ നമ്മളുടെ ട്വിൻ ഫ്ലെയിം ഇരിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മളുടെ ഹാർട്ട് ചക്രയിൽ നിന്നും അവരുടെ ഹാർട്ട് ചക്രയിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കോഡിനെയും, അതായത് ഗോൾഡൻ കളറിലുള്ള കോഡിനെ വിഷ്വലൈസ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഇമോഷൻസിനെ നിങ്ങൾ സപ്രസ് ചെയ്യരുത്, എക്സ്പ്രസ് ചെയ്യുക. അത് കരച്ചിലാണ് വരുന്നതെങ്കിൽ ശരി, അത് എന്താണെങ്കിൽ എക്സ്പ്രസ് ചെയ്ത് കളയുക. പിന്നെ ഇവിടെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു നീഡിനെസ്സിൻ്റെ എനർജിയിലല്ലായിരിക്കണം. അതായത് നിങ്ങളെപ്പോൾ വരും, എന്നെ ബ്ലോക്ക് ആക്കി, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മളിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോൾ ടു സോൾ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ പ്യുവറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, അൺകണ്ടീഷണൽ ലവിലൂടെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അപ്പോൾ അത് സോളിൻ്റെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ്, നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ ഹീലിങ്ങിനെ കുറിച്ചായിരിക്കാം, ജേർണിയെ കുറിച്ചായിരിക്കാം, നിങ്ങളുടെ കർമ്മയെക്കുറിച്ചായിരിക്കാം. ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിലൊരു ഉത്തരം കിട്ടും. അതാണ് നിങ്ങളുടെ ഉത്തരം, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ്. ഈ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ട്വിന്നിനെ ഒന്ന് ഹഗ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ദെൻ താങ്ക് യു പറയുക അവരുടെ ഹയർ സെൽഫിനോട് ഗൈഡ് ചെയ്തതിന്. എല്ലായ്പ്പോഴും എനർജറ്റിക്കലി നമ്മൾ ഒന്നാണെന്ന് പറയുക, അവർക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഫിസിക്കൽ ബോഡിയിൽ അവെയറായിട്ട് ആ ഒരു മെഡിറ്റേഷനിൽ നിന്നും വെളിയിലേക്ക് വരിക. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് പറയാം. നമുക്കൊരു 3Dയിൽ മിസ്സിങ് എനർജി കൂടുതലായിട്ട് വരില്ല. അപ്പോൾ ഇതെന്നും ചെയ്യണമെന്നല്ല പറയുന്നത്, എങ്കിൽ പോലും നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ 5Dയിൽ നമ്മൾ ചെയ്യുമ്പോൾ ടെലിപ്പത്തിക്കലി നമ്മൾക്ക് ആ ഒരു മിസ്സിങ് എനർജി വരില്ല. നമ്മൾ സെപ്പറേറ്റഡ് ആണെന്ന് നമുക്ക് വരില്ല. അതായത് ആ സെപ്പറേഷൻ കോൺഷ്യസ്നെസ്സിൽ നിന്നും നമ്മൾ യൂണിറ്റി കോൺഷ്യസ്നെസ്സിലേക്ക് വരും. ഞാനും എൻ്റെ ട്വിന്നും ഒന്നാണ്, ഞങ്ങളുടെ സോൾ ഒന്നാണ്, ഞങ്ങൾ എനർജറ്റിക്കലി കണക്റ്റഡ് ആണെന്നുള്ള ആ ഒരു കോൺഫിഡൻസിലേക്ക് വരും. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, നമുക്ക് എപ്പോഴും ഒരു ഹൈ വൈബ്രേഷനിൽ നിൽക്കാനും അപ്പോൾ വരെയുള്ള ഒരു ട്രിഗേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഇരിക്കാൻ പറ്റും. നമ്മളുടെ എനർജി ആവശ്യമില്ലാതെ നമ്മളുടെ 3D ലെവലിലുള്ള ട്വിന്നിനൊക്കെ എനർജി ലീക്ക് ആയിട്ട് കൊടുക്കില്ല നമ്മൾ. അതായത് അവരെക്കുറിച്ച് എപ്പോഴും ആലോചിച്ച്
നമ്മളൊരു പെയിനിലിരിക്കുമ്പോഴൊക്കെയും എനർജി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാതെ, കാരണം ഓൾറെഡി നമ്മൾ കമ്മ്യൂണിക്കേഷനിലാണ്. അതുകൊണ്ട് തന്നെ ആ എനർജീനെ, അതായത് നമ്മൾ ട്വിന്നിന് വേണ്ടി 3D ലെവലിലുള്ള ട്വിന്നിന് വേണ്ടി കൊടുക്കുന്ന ആ ഒരു എനർജീനെ നമുക്ക് നമ്മളുടെ പർപ്പസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമ്മളുടെ ഹീലിംഗ് ആണ് നടക്കുന്നത്. ആൻഡ് നമ്മളുടെ വേയിൽ, നമ്മളുടെ ആ ഒരു പർപ്പസ്, ആ ഒരു പാത്തിലേക്ക് നമുക്ക് വരാനും സാധിക്കുന്നതാണ്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ആകുമെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.